അപ്പോൾ നമുക്കൊന്ന് ബാങ്കിൽ പോയിട്ടെന്നല്ല, ബാങ്കിൽ എന്തിനാ പോകണമെന്ന് ഞാൻ ബാങ്കിലെത്തിയിട്ട് പറയാട്ടാ. അപ്പോൾ ഇതാ ഇച്ചാപ്പനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇച്ചാപ്പ അവിടെ താളം മറിച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നേരെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമ്മളെ വണ്ടീൻ്റെ ചാവി കാണില്ല. ഒരുപാട് തിരഞ്ഞു നിന്നിട്ട് മുറ്റത്തുനിന്ന് ഒരു അരൂന്ന് കിട്ടിയിട്ട് ഇച്ചാപ്പ് അവൻ മിക്കവാറും അത് കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു. അവിടെ വെയിൽ കണ്ടപ്പോൾ കുറച്ച് രസം ഉണ്ട്, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ കുട്ടനെ കണ്ട് വരണ വഴിക്ക് തന്നെയാണ് കേട്ടോ. എന്താണ് കുട്ടൻ്റെ പണിസ്ഥലം മാത്രമല്ല എൻ്റെ വീട് അവിടെ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് കുട്ട പണിയെടുക്കുന്നത്. അപ്പോൾ ഇതാ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടനോടൊക്കെ സംസാരിച്ചു. ഇതാ ഇച്ചപ്പോൾ തൊക്കത്തൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറേ ഒന്നും സംസാരിച്ചിട്ടില്ല, കുറച്ച് സംസാരിച്ച്. അങ്ങനെ ഞാൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ബുക്ക് എടുക്കാൻ മറന്നു. അങ്ങനെ കുട്ടനതൊക്കെ അയച്ചത് നേരെ ബാങ്കിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബാങ്കിലൊക്കെ എത്തി. ഗ്രാമീൺ ബാങ്കാണ്. അങ്ങനെ ബാങ്കിൽ കയറി റെസിപ്റ്റൊക്കെ മേടിച്ച് അതൊക്കെ എഴുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കാണിച്ചിട്ട് ഇച്ചാപ്പ് ഇതപ്പെട്ട ഭയങ്കര കളിയിലാണ്. കളിയെന്ന് പറഞ്ഞാൽ അവൻ എവിടെ പോയാലും ഒരേപോലെ തന്നെയാണ്. അങ്ങനെ പരിചയക്കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ റെസിപ്റ്റൊക്കെ എഴുതി നേരെ അടച്ചിട്ട പൈസ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ തന്നെ മുന്നേ തന്നെ അച്ഛൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. ഈ ബാങ്കിൻ്റെ മുന്നേ തന്നെയാണ് അച്ഛൻ്റെ ഓട്ടോ സ്റ്റാൻഡ്. അച്ഛൻ ഇവിടെയാണ് വണ്ടി ഓടിക്കാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറാൻ വിചാരിച്ചു. അച്ഛൻ്റെ വണ്ടി അവിടെ കണ്ടപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടാവും വിചാരിച്ച് നേരെ വീട്ടിൽ കയറി. അതിൻ്റെ ഇടയിൽ കണ്ടാണ് നമ്മളെ ചൊറിയൻ. അവൻ ഭയങ്കര ചൊറിയാണ്. പക്ഷേ ഞാൻ പാവം തോന്നിയിട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോറ് കൊടുക്കുമ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം എൻ്റെ സൗണ്ട് കേട്ടാൽ ഓടി വരും കേട്ടോ. വീട്ടിൽ എത്തിയതാ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ അച്ഛൻ ആ കുട്ടീനെ ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടൻ എന്താ പണി സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നതാ ഇത് അച്ഛൻ്റെ പെങ്ങളെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു മോൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇവിടെ തന്നെയാണ്. അപ്പോൾ നേരെ ഒരു ഇങ്ങോട്ട് വന്നാട്ടോ ഇച്ചാപ്പനെ കണ്ടപ്പോൾ. ആ കസാല എടുത്തന്നെ ഇവളെ ഏട്ടനാണേ. അങ്ങനെ നേരെ ഇതാ ഇച്ചാപ്പ് തോളത്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ അച്ഛൻ്റെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞു വെച്ചാൽ ഇന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് ചെയ്തതിന് ശേഷമാണ് അച്ഛനെ വിളിച്ചത്. അപ്പോൾ അച്ഛന് വരാൻ പറ്റില്ല, അച്ഛന് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അച്ഛന് വരാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ആ സിനിമയ്ക്ക് കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്തോ ഒരു ഭാഗ്യക്കേടുകൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ല. ആ സങ്കടമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അമ്മച്ചന് ഇതാ ടാറ്റയൊക്കെ കൊടുത്തിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മളെ വീട് കേട്ടോ. വീട് കാണിച്ചാൽ ഇതാണ് വീട്. ഈ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചൊറിയനും ടാറ്റയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുട്ടൻ നേരെ പണിസ്ഥലത്തേക്ക് പോയിട്ടാണ്. ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ